സൈബർ ക്രൈം കമ്പ്യൂട്ടറുകളോ നെറ്റ്വർക്കുകളോ ഉൾപ്പെടുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. ഇത് ഇനി പറയുന്നവ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു. ഹാക്കിംഗ്, ഡേറ്റ മോഷ്ടിക്കുന്നതിനോ സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്കോ നെറ്റ്വർക്കുകളിലേക്കോ ഉള്ള അനധികൃത ആക്സസ്. ഫിഷിംഗ്, പലപ്പോഴും വഞ്ചനാപരമായ ഇമെയിലുകളിലൂടെയോ വെബ്സൈറ്റുകളിലൂടെയോ സെൻസിറ്റീവ് വിവരങ്ങൾ നേടാനുള്ള വഞ്ചനാപരമായ ശ്രമങ്ങൾ. മാൽവെയർ, വൈറസുകൾ, വേമുകൾ, റാൻസംവെയർ എന്നിവ പോലുള്ള സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായ ആക്സസ് കേടുവരുത്തുന്നതിനോ നേടുന്നതിനോ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മാൽവെയർ സോഫ്റ്റ്വെയർ. ഓൺലൈൻ വഞ്ചന, തട്ടിപ്പുകളും വ്യാജ ലേലങ്ങളും ഉൾപ്പെടെ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഓൺലൈനിൽ കബളിപ്പിക്കുന്നതിനുള്ള നിരവധി വിവിധ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. Cyber crime refers to the use of computer technology for illegal purposes or for unauthorized access of the computer system with intention of damaging, deleting or altering the data present in the computer without the permission of the actual user. കമ്പ്യൂട്ടറുകളും നെറ്റ്വർക്കുകളും ഉൾപ്പെടുന്ന വിവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സൈബർ കുറ്റകൃത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് അനധികൃത ആക്സസ്, ഡേറ്റ മോഷണം, ഐഡന്റിറ്റി മോഷണം, മാൽവെയർ വ്യാപനം എന്നിവ ഇതിൽ ഉൾപ്പെടാം. സൈബർ കുറ്റവാളികൾ സോഫ്റ്റ്വെയറിലോ നെറ്റ്വർക്കിലോ ഉള്ള കേടുപാടുകൾ മുതലെടുത്ത് ആക്സസ് നേടുന്നു. പലപ്പോഴും ഡേറ്റ നശിപ്പിക്കുക, ഇല്ലാതാക്കുക അല്ലെങ്കിൽ മാറ്റം വരുത്തുക സാമ്പത്തിക നഷ്ടങ്ങൾ, സ്വകാര്യ ലംഘനങ്ങൾ, വിട്ടുവീഴ്ച, സുരക്ഷ എന്നിവയിലേക്ക് നയിച്ചുകൊണ്ട് വ്യക്തികളെയും ബിസിനസ്സുകളെയും സർക്കാരുകളെയും ബാധിക്കുന്ന ആഘാതം ഗുരുതരമായേക്കാം. നിയമങ്ങളും നിയന്ത്രണങ്ങളും അധികാരപരിധി അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. എന്നാൽ സാങ്കേതികവിദ്യയിൽ വർദ്ധിച്ചു വരുന്ന ആശ്രയം സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് നിയമപാലകരുടെയും സൈബർ സുരക്ഷാ പ്രൊഫഷണലുകളുടെയും മുൻഗണനയാക്കി മാറ്റി. The Department of Justice classifies computer crime in 3 ways: computers as a target, computers as a weapon, computers as an accessory. നീതിന്യായ വകുപ്പ് കമ്പ്യൂട്ടർ കുറ്റകൃത്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടറുകൾ ഒരു ടാർജറ്റായി. കമ്പ്യൂട്ടർ തന്നെ പ്രാഥമിക ലക്ഷ്യമാക്കുന്ന ആക്രമണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനക്ഷമതയോ ഡേറ്റയോ തടസ്സപ്പെടുത്തുന്നതിനോ വിട്ടുവീഴ്ച ചെയ്യുന്നതിനോ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാക്കിംഗ്, വൈറസ് ആക്രമണങ്ങൾ, സേവനം നിരസിക്കൽ ആക്രമണങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു. കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ. ഈ സാഹചര്യത്തിൽ മറ്റു കുറ്റകൃത്യങ്ങൾ സുഗമമാക്കുന്നതിനോ വ്യക്തികളെയോ സംഘടനകളെയോ ആക്രമിക്കുന്നതിനോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുക, കുട്ടികളെ ചൂഷണം ചെയ്യുന്ന വസ്തുക്കൾ വിതരണം ചെയ്യുക, അല്ലെങ്കിൽ സൈബർ ഭീഷണിപ്പെടുത്തൽ നടത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടർ ആസ് ആൻ ആക്സസറി. ഇവിടെ പരമ്പരാഗത കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങളായി കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനോ മോഷ്ടിച്ച ഡേറ്റ സംഭരിക്കുന്നതിനോ മയക്കുമരുന്ന് കടത്ത് അല്ലെങ്കിൽ കള്ളപ്പണം ഡേറ്റ സംഭരിക്കുന്നതിനോ കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ലോജിസ്റ്റിക്സ് നിയന്ത്രിക്കുന്നതിനോ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ഗവൺമെൻറ്റുകളെയോ സ്വാധീനിക്കുന്ന നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്കായി കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയെ ചൂഷണം ചെയ്യുന്ന നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സൈബർ ക്രൈം ഉൾക്കൊള്ളുന്നു. ടൈപ്സ് ഓഫ് സൈബർ ക്രൈം. സൈബർ സ്റ്റാൽക്കിംഗ്. യൂസിങ് ഇൻ്റർനെറ്റ് ഓർ അതർ ഇലക്ട്രോണിക് മീൻസ് ടു സ്റ്റാൽക്ക് ഓർ ഹരാസ് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓർ എ കമ്പനി. ഒരു വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ ഓർഗനൈസേഷനെയോ ആവർത്തിച്ച് ശല്യപ്പെടുത്തുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അയക്കുന്നതോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതോ സമ്മതമില്ലാതെ ഒരാളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതോ ഇതിൽ ഉൾപ്പെടാം. സൈബർ കോൺട്രാബാൻഡ്. Transferring illegal items through the internet that are banned in some countries like drugs, animal skin, etc. ഇത് ഇൻ്റർനെറ്റ് വഴി നിരോധിത വസ്തുക്കളുടെ നിയമവിരുദ്ധമായ കൈമാറ്റത്തെ സൂചിപ്പിക്കുന്നു. ചില രാജ്യങ്ങളിൽ നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്ന മരുന്നുകൾ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയോ വിതരണമോ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടുന്നു. സൈബർ ലോണ്ടറിംഗ്. Electronic transfer of illegally obtained money so as to hide its source or destination. അനധികൃതമായി സമ്പാദിച്ച ഫണ്ടുകളുടെ ഉത്ഭവം മറച്ചുവെക്കാനുള്ള ഇലക്ട്രോണിക് നീക്കം ഇതിൽ ഉൾപ്പെടുന്നു.
പണത്തിൻ്റെ ഉറവിടമോ ലക്ഷ്യസ്ഥാനമോ മറയ്ക്കാൻ ക്രിപ്റ്റോ കറൻസികളോ ഓൺലൈൻ ഇടപാടുകളോ പോലുള്ള വിവിധ ഓൺലൈൻ രീതികൾ കുറ്റവാളികൾ ഉപയോഗിക്കുന്നു. ഇത് നിയമാനുസൃതമാണെന്ന് തോന്നുന്നു. സൈബർ ടെററിസം, ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇൻറ്റൻഡഡ് ടു ഡാമേജ് ഓർ ഡിസ്ട്രപ്റ്റ് വിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ്, പേഴ്സണൽ ഓർ പബ്ലിക് പ്രോപ്പർട്ടി എക്സെട്ര. സൈബർ ഭീകരത, ഗുരുതരമായ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ദോഷകരമായി ബാധിക്കുകയോ തകർക്കുകയോ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾക്കൊള്ളുന്നു. ഗവൺമെൻറ് നെറ്റ്വർക്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതു യൂട്ടിലിറ്റികൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഇത് കാര്യമായ നാശത്തിനോ ഭയത്തിനോ ഇടയാക്കും. നെക്സ്റ്റ്, സൈബർ തെഫ്റ്റ്, act of using the internet to steal any property or to interfere with someone's use and enjoyment of property. സ്വകാര്യമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ, ബൗദ്ധിക സ്വത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ആസ്തികൾ എന്നിവ മോഷ്ടിക്കുന്നത് പോലെ ഓൺലൈനിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ അവരുടെ സ്വത്ത് ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. ഹാക്കിംഗ്, activity of breaking into some other's computer system or entering into someone's personal account without the consent of the actual user. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്കോ നെറ്റ്വർക്കിലേക്കോ ഉള്ള അനധികൃത ആക്സസ് ഇതിൽ ഉൾപ്പെടുന്നു. തന്ത്രപരമായ വിവരങ്ങൾ നേടുന്നതിനും ഡേറ്റ കൃത്രിമമാക്കുന്നതിനും അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഹാക്കർമാർ കേടുപാടുകൾ മുതലെടുത്തേക്കാം. ഫിഷിംഗ്, ആക്ടിവിറ്റി ഓഫ് ഗെറ്റിംഗ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലൈക്ക് പാസ്വേഡ്സ് of online account, PIN numbers of ATM cards, debit cards, credit cards by showing some kind of greed by sending email, text message, etc. പലപ്പോഴും വഞ്ചനാപരമായ ഇമെയിലുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ വിശ്വസനീയമായ സ്ഥാപനങ്ങൾ ആൾമാറാട്ടം നടത്തി വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നത് ആക്രമണകാരികൾ വ്യക്തികളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാപരമായ സമ്പ്രദായമാണിത്. പാസ്വേഡുകളോ സാമ്പത്തിക വിശദാംശങ്ങളോ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ വെളിപ്പെടുത്തുന്നതിന് ഇരകളെ കബളിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വൈറസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാം that can harm the computer system and replicate without the knowledge of the system users. വൈറസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു തരം സോഫ്റ്റ്വെയർ, മാൽവെയർ വൈറസാണ്. ഉദാഹരണത്തിന് 2000 തുടക്കത്തിൽ ഇമെയിൽ വഴി പടർന്ന ഐ ലവ് യു വൈറസ് ഫയലുകൾ തിരുത്തിയെഴുതി ആഗോളതലത്തിൽ സിസ്റ്റങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഐഡന്റിറ്റി തെഫ്റ്റ്, activity of bearing other people's identity and obtaining their personal or financial information to make transaction or purchases. ഇത് സാമൂഹിക സുരക്ഷാ നമ്പറുകൾ, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ പോലുള്ള മറ്റൊരാളുടെ സ്വകാര്യ വിവരങ്ങൾ വഞ്ചനയോ മോഷണമോ നടത്താൻ അനധികൃതമായി ഉപയോഗിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ മോഷ്ടിക്കാനും ഓൺലൈനിൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്യുന്നത് ഇരയ്ക്ക് സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുന്ന ഒരു ഉദാഹരണമാണ്. പൈറസി, ഇല്ലീഗൽ കോപ്പിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർ യൂസ് ഓഫ് ദി സോഫ്റ്റ്വെയർ, ഓഡിയോ ഓർ വീഡിയോ. സോഫ്റ്റ്വെയർ, സംഗീതം അല്ലെങ്കിൽ സിനിമകൾ പോലുള്ള പകർപ്പവകാശം ഉള്ള വസ്തുക്കളുടെ അനധികൃത പകർത്തൽ, വിതരണം അല്ലെങ്കിൽ ഉപയോഗം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് ഒരു ടോറന്റ് സൈറ്റിൽ നിന്ന് ഒരു സിനിമ വാങ്ങാതെ ഡൗൺലോഡ് ചെയ്യുന്നത് പൈറസിയായി കണക്കാക്കാം. കാരണം അത് സൃഷ്ടാക്കളുടെയും വിതരണക്കാരുടെയും അവകാശങ്ങളെ ലംഘിക്കുന്നു. അതുപോലെ സാധുവായ ലൈസൻസ് ഇല്ലാതെ സോഫ്റ്റ്വെയറിൻ്റെ ക്രാപ്പ് പതിപ്പ് ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ പൈറസിയുടെ മറ്റൊരു രൂപമാണ്. സൈബർ എത്തിക്സ്. Cyber ethics. It means moral principles that govern a person's behavior or conducting of an activity. Set of moral principles that regulate the use of computers. സൈബർ എത്തിക്സ് എന്നത് ഡിജിറ്റൽ മേഖലയിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുകളുടെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ട പെരുമാറ്റത്തെ നയിക്കുന്ന ധാർമ്മിക തത്വങ്ങളെ സൂചിപ്പിക്കുന്നു. ഇത് താഴെ പറയുന്ന പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുന്നു: സ്വകാര്യത, ബൗദ്ധിക സ്വത്ത്, സൈബർ ഭീഷണി, ഡേറ്റ സുരക്ഷ, ഡിജിറ്റൽ കാൽപ്പാട്. മൊത്തത്തിൽ സുരക്ഷിതവും മാന്യവുമായ
ഡിജിറ്റൽ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിന് സാങ്കേതികവിദ്യയുടെ ഉത്തരവാദിത്തവും ധാർമ്മികവുമായ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സൈബർ എത്തിക്സ് ലക്ഷ്യമിടുന്നു. Cyber ethics. 3 main types of ethical issues. Privacy. IT enables exchange of information on a large scale, enables increased potential for disclosing information and violating the privacy. ഡിജിറ്റൽ യുഗം ഓൺലൈനിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതും സംഭരിക്കുന്നതുമായ വിവരങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് സ്വകാര്യതയെക്കുറിച്ചുള്ള ഉയർന്ന ആശങ്കകളിലേക്ക് നയിക്കുന്നു. ഓർഗനൈസേഷനുകൾ പലപ്പോഴും ഉപയോക്തൃ ഡേറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ചിലപ്പോൾ വ്യക്തമായ സമ്മതമില്ലാതെ ആ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കുന്നു, പങ്കിടുന്നു അല്ലെങ്കിൽ പരിരക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത് ധാർമ്മിക ചോദ്യങ്ങൾ ഉയർത്തുന്നു. ലംഘനങ്ങൾ, ഐഡന്റിറ്റി മോഷണം, അനധികൃത നിരീക്ഷണം, വ്യക്തിഗത സ്വകാര്യത നഷ്ടപ്പെടൽ എന്നിവയിൽ കലാശിച്ചേക്കാം. ബി. ആക്സസ് റൈറ്റ്. ദ ടോപ്പിക് ഓഫ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആൻഡ് ആക്സസ് റൈറ്റ് ഹാസ് മൂവ്ഡ് ക്വിക്ലി ഫ്രം ബീങ് എ ലോ പ്രയോറിറ്റി ഫോർ corporations to high priority to government agencies. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ സൈബർ സുരക്ഷയുടെയും ആക്സസ് അവകാശങ്ങളുടെയും പ്രാധാന്യവും വർദ്ധിക്കുന്നു. ഒരു കാലത്ത് ഒരു ചെറിയ പ്രശ്നമായി കണക്കാക്കിയിരുന്നത് നിർണായകമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് തന്ത്രപരമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഏജൻസികൾക്കും കോർപ്പറേഷനുകൾക്കും ചില ഡേറ്റയിലേക്കും സിസ്റ്റങ്ങളിലേക്കും ആർക്കൊക്കെ ആക്സസ് ഉണ്ട്, ആക്സസ് എങ്ങനെ നിയന്ത്രിക്കുന്നു, ആ ആക്സസിൻ്റെ ദുരുപയോഗം എന്നിവ സംബന്ധിച്ച് ധാർമ്മിക ആശങ്കകൾ ഉയർന്നു വരുന്നു. സംഘടനാപരമായ സമഗ്രതയും വ്യക്തിഗത അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ന്യായവും സുരക്ഷിതപരവുമായ പ്രവേശനം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. സി. ഹാംഫുൾ ആക്ഷൻസ്. ഹാം ടു എനി ഓഫ് യൂസേഴ്സ്, ദ ജനറൽ പബ്ലിക്, എംപ്ലോയീസ്. Harmful actions include international destruction or modification of files and programs leading to serious loss of resources or unnecessary expenditure of human resources. ഐ.ടിയിലെ ഹാനികരമായ പ്രവർത്തനങ്ങൾ, മനഃപൂർവ്വം നശിപ്പിക്കൽ, ഡേറ്റ ലംഘനങ്ങൾ അല്ലെങ്കിൽ ഫയലുകളും പ്രോഗ്രാമുകളും അനധികൃതമായ പരിഷ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു. അത്തരം പ്രവർത്തനങ്ങൾ ഗണ്യമായ വിഭവനഷ്ട, സാമ്പത്തിക ചെലവ്, സേവനങ്ങളിലെ തടസ്സങ്ങൾ എന്നിവ ഇടയാക്കും. ധാർമ്മിക പരിഗണനകൾ ഉപഭോക്താക്കൾക്കും വിശാലമായ സമൂഹത്തിന് ദോഷം വരുത്തുന്നത് തടയുന്നതും വിനാശകരമായ പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതും ഉൾപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശക്തമായ സുരക്ഷാ നടപടികൾ, സ്ഥാപനങ്ങൾക്കുള്ളിൽ ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ സംസ്കാരവും ആവശ്യമാണ്. 10 commands issued by Cyber Ethics Institute are as follows. Do not use a computer to harm other people. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്. ശാരീരികമോ വൈകാരികമോ സാമ്പത്തികമായ ഉപദ്രവം വരുത്താൻ സാങ്കേതികവിദ്യ ആയുധമാക്കരുതെന്ന് ഈ തത്വം ഊന്നി പറയുന്നു. ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് അതർ പീപ്പിൾസ് കമ്പ്യൂട്ടർ വർക്ക്. മറ്റുള്ളവരുടെ കമ്പ്യൂട്ടർ ജോലികളിൽ ഇടപെടരുത്. മറ്റുള്ളവരുടെ ജോലിയെ ബഹുമാനിക്കുക എന്നതിനർത്ഥം മറ്റുള്ള ആളുടെ ജോലികൾ അല്ലെങ്കിൽ പദ്ധതികൾ തടസ്സപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഡു നോട്ട് സ്നൂപ്പ് അറൗണ്ട് ഇൻ അതർ പീപ്പിൾസ് കമ്പ്യൂട്ടർ ഫയൽസ്. മറ്റുള്ളവരുടെ കമ്പ്യൂട്ടർ ഫയലുകളിൽ ഒളിഞ്ഞു നോക്കരുത്. സ്വകാര്യത പരമപ്രധാനമാണ്. വ്യക്തികൾ മറ്റുള്ളവരുടെ ഡിജിറ്റൽ ഇടങ്ങൾ ആക്രമിക്കുകയോ അവരുടെ സ്വകാര്യ ഡേറ്റ സമ്മതമില്ലാതെ ആക്സസ് ചെയ്യുകയോ ചെയ്യരുത്. ഡു നോട്ട് യൂസ് എ കമ്പ്യൂട്ടർ ടു സ്റ്റീൽ. മോഷ്ടിക്കാൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കരുത്. വഞ്ചന അല്ലെങ്കിൽ സാമ്പത്തിക വിവരങ്ങളിലേക്ക് അനധികൃത ആക്സസ് എന്നിവ ഉൾപ്പെടെ ഏതു തരത്തിലുള്ള ഡിജിറ്റൽ മോഷണവും ഇത് നിരോധിക്കുന്നു. ഡു നോട്ട് യൂസ് എ കമ്പ്യൂട്ടർ ടു ബെയർ ഫാൾസ് വിറ്റ്നസ്. കള്ളസാക്ഷ്യം പറയാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത്. സത്യസന്ധത അനിവാര്യമാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ ഓൺലൈനിൽ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് വിശ്വാസത്തെയും സമഗ്രതയെയും ദുർബലപ്പെടുത്തുന്നു. ഡു നോട്ട് കോപ്പി ഓർ യൂസ് proprietary software for which you have not paid without permission. നിങ്ങൾ പണമടച്ചിട്ടല്ലാതെ അനുവാദമില്ലാതെ ഉടമസ്ഥതയിലുള്ള സോഫ്റ്റ്വെയർ പകർത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ബൗദ്ധിക സ്വത്തവകാശങ്ങളെ മാനിക്കുന്നത് നിർണായകമാണ്. സോഫ്റ്റ്വെയറിൻ്റെ അനധികൃത പകർപ്പ് അല്ലെങ്കിൽ ഉപയോഗം നിയമപരവും ധാർമ്മികവുമായ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നു. ഡു നോട്ട് യൂസ് other people's computer resources without authorization or proper compensation. അനുമതിയില്ലാതെ മറ്റൊരാളുടെ കമ്പ്യൂട്ടറോ നെറ്റ്വർക്ക് ഉറവിടങ്ങളോ ഉപയോഗിക്കുന്നത്
അന്യായമായ നേട്ടങ്ങൾക്കും സാധ്യതയുള്ള ഡേറ്റ ലംഘനങ്ങൾക്കും വിശ്വാസത്തിൻ്റെ ശോഷണത്തിനും ഇടയാക്കും. ഡു നോട്ട് അപ്രോപ്രിയേറ്റ് അതർ പീപ്പിൾസ് ഇൻ്റലക്ച്വൽ ഔട്ട്പുട്ട്. മറ്റുള്ളവരുടെ ആശയങ്ങളോ സൃഷ്ടികളോ ക്രെഡിറ്റില്ലാതെ ഏറ്റെടുക്കുന്നത് സമൂഹത്തിനുള്ളിലെ നവീകരണത്തെയും ആദരവിനെയും ദുർബലപ്പെടുത്തുന്നു. യഥാർത്ഥ സൃഷ്ടാക്കളെ അംഗീകരിക്കുകയും അവർക്ക് ക്രെഡിറ്റ് നൽകുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഓൾവേസ് തിങ്ക് അബൌട്ട് സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ദ പ്രോഗ്രാം യു ആർ റൈറ്റിംഗ് ഓർ ദി സിസ്റ്റം യു ആർ ഡിസൈനിങ്. ഡെവലപ്പർമാർ അവരുടെ ജോലി സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിഗണിക്കണം. അത് സാധ്യമായ ഭാഷയോ പ്രയോജനമോ ഉൾപ്പെടെ. ഇത് ഉപഭോക്തൃ ക്ഷേമത്തിനും സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കും മുൻഗണന നൽകുന്ന ഉത്തരവാദിത്ത രൂപകൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നു. Number 10, always use a computer in ways that ensure consideration and respect for your fellow humans. ധാർമ്മിക കമ്പ്യൂട്ടറുകളിൽ ഉപഭോക്താക്കളോടും പങ്കാളികളോടും ബഹുമാനത്തോടെ പെരുമാറുന്നത് ഉൾപ്പെടുന്നു. സാങ്കേതികവിദ്യ ഉപദ്രവമോ വിഭജനമോ ഉണ്ടാക്കുന്നതിന് പകരം മനുഷ്യരാശിയുടെ ക്രമാതീതമായി സേവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക.